തിരുവനന്തപുരത്ത് യുവാക്കൾക്ക് പോലീസ് മർദ്ദനമെന്ന് പരാതി. വാഹന പരിശോധനയ്ക്കിടെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് മൊഴി. മുട്ടത്തറയിൽ ഈ മാസം 6-ന് പുലർച്ചെയായിരുന്നു സംഭവം. ദിബിൻ, വിശാഖ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ദിബിന് തലയ്ക്കാണ് പരിക്കേറ്റത്. ഇരുവരും ചികിത്സയിലാണ്. വിഷയത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കുടുംബം പരാതി നൽകി. സാരംഗ് ചേരുകയാണ്. സാരംഗ്, ഇങ്ങനെ അകാരണമായി മർദ്ദിച്ചതിന് പിന്നിലുണ്ടായ കാരണം എന്താണ്? ആസിദ, ഈ മാസം 6-നാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായതെന്നാണ് പറയുന്നത്. അതായത് തിരുവനന്തപുരം മുട്ടത്തറയിലാണ് അപകടമുണ്ടായത്. യുവാക്കൾ രാത്രി സഞ്ചരിക്കുകയായിരുന്നു. ബൈക്കിൽ 2 പേരുണ്ടായിരുന്നു. ഈ പോലീസ് ഈ സമയത്ത് നൈറ്റ് പെട്രോളിങ്ങിനായിട്ട് പരിശോധനകൾക്കായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അതേസമയം പോലീസ് ഇത്തരത്തിൽ യുവാക്കളെ കൈ കാണിച്ച് ബൈക്ക് നിർത്തിച്ചു. എന്നാൽ ബൈക്ക് നിർത്താൻ തയ്യാറാകാതെ പോകുകയായിരുന്നു ഈ യുവാക്കൾ. അതുകൊണ്ട് തന്നെ പോലീസ് ഇത്തരത്തിൽ ലാത്തി എറിഞ്ഞ് ഇവരെ വീഴ്ത്തിയെന്നും തുടർന്ന് പിന്നാലെ വന്ന ഏതാണ്ട് 5ഓളം പോലീസുകാർ ക്രൂരമായി തല്ലി അല്ലെങ്കിൽ മർദ്ദിച്ചു ാണ് നിലവിൽ യുവാക്കളുടെ പരാതി. ഈ ദിബിൻ എന്ന യുവാവിന് തലയോട്ടിക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൈക്കും കാലിനും ഒടിവുണ്ട്. വിശാഖിനും പരിക്കുണ്ട്. അതിനുശേഷം ഇത്തരത്തിൽ പോലീസ് തന്നെ ഈ പരിക്കേറ്റ യുവാക്കളെ പോലീസ് തന്നെയാണ് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചതും. അവിടെ എത്തിയതിനു ശേഷം ഇത്തരത്തിൽ പോലീസ് പറഞ്ഞത് ഒരു വാഹനാപകടം ഉണ്ടായി, അതിൽ പരിക്കേറ്റ യുവാക്കളാണെന്ന് പറഞ്ഞ് പോലീസ് ആശുപത്രിയിൽ നിന്നും മടങ്ങുകയായിരുന്നു. എന്തായാലും ഈ 2 യുവാക്കളുടെയും കുടുംബങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പോലീസ് വ്യക്തമാക്കുന്നത് അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അന്ന് ഇത്തരത്തിൽ പരിശോധനകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും, അതായത് നൈറ്റ് പെട്രോളിംഗ് ഉണ്ടായിരുന്നെങ്കിൽ പോലും മുട്ടത്തറ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല, മറ്റ് ചില ഭാഗങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസിന്റെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിശദീകരണം പോലീസ് നൽകുന്നത്. ശരി, സാരംഗാണ് വിവരങ്ങൾ നൽകിയത്.